ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷൽസിനെ സംബന്ധിച്ച് നോർമലാണ്. അത് മറ്റൊരാൾക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓഫ് കോഴ്സ് സ്വാതന്ത്ര്യരായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുള്ള ആൾക്കാരായിരിക്കും. എങ്കിലും ഇപ്പോൾ ഞാനൊരു ഹോമോസെക്ഷലായിട്ടുള്ള ഗേ ആണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എൻ്റെ സെക്സ് ഓർഗൻ ആണിൻ്റേതാണ്, എനിക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നത് ആണുങ്ങളോടാണ്, എൻ്റെ തലച്ചോറ് എന്നോട് പറയുന്നത് ഞാൻ ആണാണ് എന്നാണ്. അങ്ങനെയുള്ള ആളാണ് ഞാൻ. എൻ്റെ സ്വാഭാവികതയാണ് മറ്റൊരാണിനോടുള്ള അട്രാക്ഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ലിംഗത്തിൽപ്പെട്ട ആളുമായി നിങ്ങളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണെന്ന് ആലോചിക്കുക. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അതുതന്നെയാണ് ഗേ ആയിട്ടുള്ള ഒരാളോട്, അയാളുടെ എതിർലിംഗത്തിൽപ്പെടുന്ന ആളോട് ലൈംഗികത ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന വികാരം. അതായത് വളരെ അരോചകമായിട്ടുള്ള കാര്യമാണ്. അയാളുടെ സ്വാഭാവികതയാണ് ഹോമോസെക്ഷുവാലിറ്റി. തിരിച്ചും ഗേ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ലിംഗത്തിൽ പെടുന്ന ആളോട് ലൈംഗികത ചെയ്യാനുള്ള താല്പര്യം പോലെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എതിർലിംഗത്തോട്, നിങ്ങൾ ഹെട്രോസെക്ഷൽ ആണെങ്കിൽ, ലൈംഗികത ചെയ്യാനുള്ള താല്പര്യം. അത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ നമ്മളുടെ സഹജീവികളെ നമ്മൾ ഈ ഉണ്ടാകുന്ന അവരോട് ചെയ്യുന്ന ബുള്ളിങ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലാതെ ആൾക്കാർ മോശമായതുകൊണ്ടല്ല.